വീണേ വീണേ നമുക്ക് പോകാം. നീ എന്താ ആലോചിക്കുന്നത്? ഈ സന്ധ്യ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? ഈ ഇളം തെന്നലിന്റെ കുളിർമയിൽ ചിറകടിച്ചെത്തുന്ന കുയിലിന്റെ പാട്ട് കേട്ട് എന്റെ ഉണ്ണീട്ടിന്റെ അരികിലിരിക്കാൻ എന്നും എനിക്ക് കഴിഞ്ഞെങ്കിൽ. നമ്മുടെ ജീവിതവും വീണയുടെ സ്വപ്നങ്ങൾ പോലെ സുന്ദരമായിരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ചിലപ്പോ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാനാവില്ല. ഒരുപക്ഷെ ഇതുപോലുള്ള നിമിഷങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. വീണയുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ പേടി തോന്നാറുണ്ട്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ പിറന്നവനാണെന്ന് നിനക്കറിയാമല്ലോ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി ഈ ഡയലോഗ് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാ തോന്നുമ്പോ ഒന്ന് ഓൺ ചെയ്താൽ മതി. എപ്പോഴും പറയേണ്ടി വരില്ല. ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ല. നിനക്ക് എപ്പോഴും എന്റെ പുച്ഛമാണ്. ഓ, എനിക്ക് കാറും ബംഗ്ലാവൊന്നും ഇല്ലല്ലോ. ശരിയാണ്, പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോ ഇത്രയും നാൾ നീ എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നു അല്ലേ? ആ, എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഞാനൊരു മരമണ്ടനായിപ്പോയി. ഓക്കെ, ഗുഡ് ബൈ. പറഞ്ഞത് എന്താ ഉണ്ണേട്ടാ ഇത്? കൊച്ചു കുട്ടികളെ പോലെ വന്ന് കാറിൽ കയറാൻ. കാറിൽ കയറാൻ നിന്റെ സ്റ്റാറ്റസിന് പറ്റി വേറെ ആൾക്കാരുണ്ടല്ലോ, അവരെ കയറ്റിക്കൊണ്ട് പോയാൽ മതി. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഡാഡി ഉറങ്ങിയില്ലല്ലോ. ആ ഉണ്ണി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അവനും ഓരോ പുതിയ ശീലങ്ങൾ പഠിച്ചു വരികയാണെന്നാ തോന്നുന്നത്. മോള് കഥ കടച്ച് കിടന്നോളൂ, നേരെ ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിണങ്ങിയോ? ഞാൻ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെന്താ ഉണ്ണേട്ടൻ മനസ്സിലാക്കാത്തത്? വീണയുമായി അർഹതയില്ലാത്തൊരു ബന്ധം ഉണ്ടാവരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ അടുത്തുപോയി. ഇപ്പോ വീണ മറ്റാരോടെങ്കിലും അടുത്തിടപഴകുന്നതോ സംസാരിക്കുന്നത് പോലും എനിക്ക് സഹിക്കാനാവുന്നില്ല. ഉണ്ണേട്ടന്റെ ഈ വെളുത്ത മുഖം ഇങ്ങനെ തുടുത്തു കാണാനല്ലേ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ ബുദ്ധുസേ? നീ ഇത്ര ചെറ്റയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി നിന്നെ സഹായിക്കാൻ ദൈവം പോലും ഉണ്ടാവില്ല. ഏതാണ് ഓർത്ത്? ഡാഡി, ഉണ്ണേട്ടൻ പോകരുതെന്ന് പറയൂ ഡാഡി. ഞാനാണ് തെറ്റുകാരി. ഉണ്ണേട്ടൻ പോകരുതെന്ന് പറയൂ ഡാഡി. പ്ലീസ് ഡാഡി, പ്ലീസ്. മോളെ
മോളെ ഭാഗി ഭാഗി മോള് കുറച്ചുനേരം സുഖമായിട്ട് ഉറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാകും. വരൂ. വീണയ്ക്ക് അങ്ങനെ പറയത്തക്ക അസുഖമുള്ളതായൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തരം ഷോക്കാണ്. മെന്റലാണ് വിഷയം. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അവളെ തല്ലേണ്ടി വന്നത്. സാറ് പറഞ്ഞു കേട്ടിടത്തോളം ഷീ സോ മച്ച് അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് ബോയ്. അവളെ അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ശരിയല്ലേ? ശരിയായിരിക്കാം. പക്ഷേ അവള് കൊച്ചുകുട്ടിയല്ലേ, അയാളെന്റെ സ്റ്റുഡന്റ് അല്ലേ? സോ വാട്ട്? അവൾ മെച്ചോർഡായ ഒരു പെണ്ണല്ലേ? അയാൾ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണെന്ന് സാർ തന്നെയല്ലേ പറഞ്ഞത്? സാറ് തന്നെ അയാളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇക്കാലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെന്തിനാ അയാളെ ഇറക്കി വിട്ടത്? ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നത്? അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? മോളുടെ അസുഖം ശരീരത്തിനല്ല, മനസ്സിനാണ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ അന്വേഷിച്ചു. ആർക്കായാലും നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലേ ഉണ്ണിക്കത് മനസ്സിലാവും. നിങ്ങളുടെ ഇഷ്ടം ഇത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഉണ്ണിയെ തിരിച്ചു വിളിക്കാനാണ് ഞാൻ വന്നത്. അധ്യാപകനായിട്ടല്ല, വീണയുടെ അച്ഛനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇഷ്ടമില്ലാത്ത വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ണി അത് മറക്കണം. ഇപ്പൊ എൻ്റെ കൂടെ വരണം. പ്ലീസ്. അരവിന്ദ, 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 താനെപ്പോഴാ വന്നേ? 2 മണിക്കൂറായാലും ഞാൻ വന്നിട്ട്. എന്നിട്ടെന്താ വിളിക്കാഞ്ഞേ? പുറത്താരെയും കണ്ടില്ല. മിനിഞ്ഞാന്നല്ലേ പുറകിലേക്ക് 2 ടയർ വാങ്ങിച്ചത്? അതെ. എന്നിട്ട് അതല്ലോ ഇപ്പൊ കിടക്കുന്നത്. പുറകിലാ? അത് തന്നെയാണല്ലോ കിടക്കണത്. എടോ, ഇത് തേഞ്ഞ ടയറല്ലേ? വണ്ടി ഓടിയാ പിന്നെ ടയർ തേയാണ്ടിരിക്കൂ? 2 ദിവസം കൊണ്ട് ടയർ തേഞ്ഞു പോവോ? താങ്കൾ ആർക്കാ വിറ്റേ? ഞാനോ? പിറ്റെന്ന സാറേ, നമ്മള് വണ്ടി വല്ലയിടത്തും കൊണ്ട് പാർക്ക് ചെയ്യും. ആരെങ്കിലും വന്ന് ടയർ മാറ്റിക്കൊണ്ടു. ഈ കാലത്ത് കാറ് തന്നെ എടുത്തുകൊണ്ട് പിന്നെ ഇനി ടയർ. ഈ ടയർ ഏത് തെണ്ടിനാവും മാറ്റിക്കൊണ്ട്? 2 ദിവസം മുമ്പല്ലേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അതെ. പിന്നെങ്ങനെ 20 കിലോമീറ്റർ ഓടിപ്പോ വണ്ടി നിന്നത്? വണ്ടി വർഷാപ്പിൽ കയറേണ്ട സമയം കഴിഞ്ഞു. അത് തന്നെ. അത് ശരി. താനേ
കോളേജ് വിട്ട് വരുമ്പം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ട്രിപ്പ് അടിക്കാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിലേക്കാ? ഓ, ഞാനാ? ആ. അങ്ങനെയില്ല. പിന്നെ എങ്ങനെയുണ്ട്? ഞാൻ വല്ലപ്പോഴും കാലടിച്ചു വരുമ്പോ പാവങ്ങളും കൈ കാണിക്കാറുണ്ട്. ഒരു സഹായം എന്ന് കരുതി ഞാൻ അവരെ കയറ്റാറുണ്ട്. അത് തെറ്റാ? അത് തെറ്റല്ല. പക്ഷെ കാശ് വാങ്ങിക്കുന്നതോ? ഇല്ല, അങ്ങനെയില്ല. പിന്നെ എങ്ങനെയുണ്ട്? സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാ ഞാൻ മേടിക്കാറുണ്ട്. അരവിന്ദ, എന്തേ? ഇതെന്താണാവോ അത്? പോയി. ഈ കാറ് തന്റേതാണെന്നും ഞാൻ സർട്ടിഫിക്കറ്റ് തിരുത്തി പ്രൊഫസറായതാണെന്നും താൻ കോളേജിലെ പിള്ളേരോട് പറഞ്ഞോ? കോളേജിലെ പിള്ളേർ ആ, ഞാൻ പറഞ്ഞു ആ. പറഞ്ഞു. അത് ശരിയാണോ? അല്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? സാറിന് അറിയാലോ ഞാൻ ഒരു നേരം പോക്കാരനാണെന്ന്. പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നേരം പോക്ക് പറഞ്ഞു. അത് ശരി. മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് താന്റെ ഭാര്യയോട് പറഞ്ഞു? പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, ഈ ആണുങ്ങളായിട്ട് ഡീൽ ചെയ്യാം, പക്ഷെ ഈ പെണ്ണുങ്ങളായിട്ട് കൊച്ചുവർത്താനം പറയാനോ ചിരിച്ചു കളിക്കാനോ എന്നെ കിട്ടില്ല. ഗുരുവായൂരപ്പൻ കടാക്ഷിച്ച് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. പിന്നെ താൻ ആ മാളൂരോട് പറഞ്ഞതോ? എന്തോ ആരും കണ്ടു വിളിക്കണ്ടല്ലോ. ആരും വിളിച്ചില്ല. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ. താൻ എന്താ മാളൂരോട് പറഞ്ഞേ? മാളുവാ? ഇവിടുത്തെ ജോലിക്കാരി. ആ കുട്ടിയുടെ പേര് മാളുന്ന? ആട്ടെ, എന്ത് പറഞ്ഞു? താൻ അവളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചോളന്ന. ആ കുട്ടി ഇവിടെ ഉണ്ട്, വിളിക്കാം. മാളു, വിളിക്കണ്ട, വേണ്ട. ആ കുട്ടിക്കൊരു കല്യാണക്കാരെ ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ചോറ് തരുന്ന കൈക്ക് ചെറിയൊരു നന്ദി. എന്നാ അരവിന്ദനൊരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് പൊക്കോ. അപ്പോ ഞാൻ എന്നാ വരണ്ടേ? തന്നെ ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. എന്താ കാരണം? തന്നെ എനിക്ക് വിശ്വാസമില്ല, അത് തന്നെ. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ടയറ്, പെട്രോള്, ട്രിപ്പ്, പ്രൊഫസർ, കല്യാണം, അതല്ലാണ്ട് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഞാൻ സാറിന്റെ പെമ്പറന്നോത്തി അടിച്ചുകൊണ്ട് പോവേ, മോളെ പഴപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അരവിന്ദനെ പിരിച്ചു വിട്ടാൽ ഓൾ ഇന്ത്യ ഹൗസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അരവിന്ദൻ നിയമത്തിന്റെ വഴി നോക്കാം. അരവിന്ദനെ ശരിക്കറിയില്ല. തനിക്ക് എന്നെ ശരിക്കൂടാ. താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഒരു കഞ്ഞി പട്ടരാന്നോ? അടിച്ച് ആ മോതിരം ഷേപ്പ് മാറ്റി കളയും. എടുക്കണോ താക്കോല്? വെക്കണോ കയ്യില്? ആവോ, നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം. ആ തോമസേ, പോട്ടെ, ഒക്കെ പോട്ടെ. എന്റെ പേര് തോമസ് ആണെന്ന് സാറിന് മനസ്സിലായി? താൻ ഇവിടെ വന്ന ദിവസം തന്നെ തന്റെ പേരും നാളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയെങ്കിലും പിഴച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയും താൻ ഇവിടെ നിന്നാൽ ഈ കാറും ഈ വീടും താൻ എന്നെ കൊണ്ട് വിപ്പിക്കും. അതുകൊണ്ടാ. സാറേ, ചെറിയൊരു അപേക്ഷയുണ്ട്. ഞാൻ പുറത്ത് എവിടെങ്കിലും പോയി ചുറ്റിപ്പറ്റി ജീവിച്ചോളാം. പക്ഷേ ഈ കാര്യം പുറത്ത് പറയരുത്. ആട്ടെ, താൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഞാൻ പോട്ടെ. തോമസേ, അയ്യോ, റാങ്ക് കിട്ടുമ്പോ പകുതി മാർക്ക് എനിക്കാ. ഞാനേ പഠിക്കാൻ കൂട്ടിരുന്നത്. പിന്നെ നീ കൂട്ടിരുന്നത് കൊണ്ട് ചിലപ്പോ റാങ്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അല്ലേലും ഈ റാങ്ക് വാങ്ങുന്നവരൊക്കെ അങ്ങനെ പറയൂ. അതൊരു സ്റ്റൈല്. പക്ഷേ ഉണ്ണീട്ട് തോറ്റുപോണേന്നാ എന്റെ പ്രാർത്ഥന. അതെന്താ? എങ്കിലേ എന്റെ പുറകെ കിടന്ന് കറങ്ങൂ. റാങ്ക് ഒക്കെ വാങ്ങുമ്പോ പിന്നെ വലിയ പത്രാസടിച്ച് നല്ല പെമ്പിള്ളേരെ നോക്കി പോവൂലേ? നമ്മളെയൊക്കെ മറക്കൂലേ? മഹാകള്ളന്മാരാ ഈ ആണുങ്ങളൊക്കെ.